വേളാങ്കണ്ണിയിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ആദ്യത്തെ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ അല്ലേ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്റ്റാച്ചു നോക്കിക്കുക ഗൈസ്, 62 ഫീറ്റാണ് ഈ സ്റ്റാച്ചു. അതിൻ്റെ പെഡസ്റ്റലിൻ്റെ ഫീറ്റ് ആണെങ്കിൽ 16. അപ്പോൾ ആലോചിച്ച് നോക്കി എന്തോരം ഹൈറ്റ് ആണെന്നുള്ളത്. കുറേ നേരം ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. രണ്ടാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് 9 മണിയുടെ മലയാളം കുർബാനയ്ക്ക് കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരത്തെ എഴുന്നേറ്റു. അപ്പോഴോ ചൂട് സഹിക്കാൻ വയ്യ. ആദ്യത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ വൈകുന്നേരമാണ് ആദ്യത്തെ ദിവസം ഇറങ്ങിയത്. രണ്ടാമത്തെ ദിവസം നമുക്ക് തിരിച്ചു പോരേണ്ടതായതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയി അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വേഗം റൂമിൽ വന്ന് ട്രെയിൻ കയറി പോരാം, എങ്ങനെയെങ്കിലും അവിടുന്ന് തിരിച്ചു പോരാം എന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ കുർബാനയുടെ ഇടയ്ക്കാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ അച്ഛനെ ഞാൻ എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ. വേറെ ആരുമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള കുരിപ്പും കത്തനായിരുന്നു പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള അച്ഛൻ തന്നെയാണ്. അങ്കമാലിക്കാരനാണ്. അവിടെ കുറച്ച് ദിവസം കുർബാന ചൊല്ലാൻ വേണ്ടിയിട്ട് വന്നതാണ്. അച്ഛനോട് കുറേ കുശലമൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ യാത്ര തിരിച്ചു. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും പിന്നെ കുറച്ച് നേർച്ചകൾ വേറെ കഴിപ്പിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര രസമാണ്. വെയിൽ കാരണം അതിനൊന്നും സാധിച്ചില്ലെന്നുണ്ടെങ്കിലും നമുക്ക് വെയിലല്ല മുഖ്യം, നമുക്ക് ഫോട്ടോയാണ് മുഖ്യം. അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. കുടയില്ലാതെയും കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെയും അതിലേക്കിടെ നടക്കാൻ പറ്റത്തില്ല. പിന്നെ പ്രത്യേക ശ്രദ്ധ, സൺസ്ക്രീമും അതുപോലെ തന്നെ ഫുൾ സ്ലീവുള്ള ഡ്രസ്സും യൂസ് ചെയ്യാതെ വേളാങ്കണ്ണിക്ക് ആരും ഈ ഒരു സമയത്ത് പോകണ്ട. എൻ്റെ പൊന്നി, സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു. എന്നാലും നമ്മൾ പോയതല്ലേ എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ അതിലേക്കിടെയൊക്കെ നടന്നും നിന്നുമൊക്കെ ആയിട്ട് സമയം കളഞ്ഞു. ഇനി പെട്ടെന്ന് റൂമിൽ പോയി എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് AC കൊണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു പോരാനാണ് പ്ലാന്. പക്ഷെ ആ സമയത്ത് നമ്മളവിടെ ഒരു AC ആരാധനാലയം ഉണ്ടായിരുന്നു. അതിനകത്ത് കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്നും കൂടെ വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.